സാർ എന്തിനാ സാറേ സൈമണെ അടിച്ചത്? നൗഷാദിനെ ഇടിച്ചു സാറേ. എടോ, യുവമാരെ അർജുനൻ മുതലാളിയുടെ അനിയനെ എടുത്തിട്ട് ഇടിച്ചു. അവയിപ്പോൾ പണ്ടങ്ങല്ലെങ്കിൽ ആശുപത്രിയില്ല. നമ്മൾ രണ്ട് പൊട്ടിച്ചില്ലെങ്കിലേ അവന്മാർ ഇവനെ കൊന്നുകളയും. അവന്മാരെ കൊല്ലാനെങ്കിൽ വരട്ടെ, അപ്പൊ അറിയാം ഫാൻസിന്റെ പവർ. മിണ്ടാരടാ, ചലക്കനാ ഇവളടുത്തും ചോദിച്ചു എന്തിനാണ് ഇവിടെ കൊണ്ട് പൈപ്പിനകത്ത് സത്യം പറഞ്ഞാ പറയുന്നില്ലേ സാർ? ഇപ്പൊ എന്റെ ഇത് കുനിഞ്ഞേക്കടാ. ശരി സാറേ. എന്തുവാണ് സൈമായി? അപ്പൊ സെന്റിമെന്റ്സ് ഉണ്ടോ? ഞങ്ങൾ ഫാൻസുകാർക്ക് താല്പര്യമില്ല. എന്നാ പിന്നെ നീ 2 ദിവസം ഇവിടെ തന്നെ കിടന്നു സാറേ. ഇവനെ ഒന്ന് വിടണ്ട. അല്ലേലും വിടുന്നില്ല. ഓക്കെ നീ എന്തിനാ തള്ളേ കയറി? ഞാനൊന്നും ചെയ്തില്ല. അവർ ചുമ്മാ കള്ളം പറയാ സാർ. നീ പിടിച്ചില്ല. ചുമ്മാ പറയാ. സാറേ ഒരു തള്ളേ കയറി പിടിച്ചിരിക്കണം. ഞാനൊന്നും പിടിച്ചില്ല സാർ. അയാൾ ചുമ്മാ പറയാ സാർ. ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. അഴുപ്പ് തീർക്കും പ്രായം നോക്കണം. അങ്ങോട്ട് വരുന്നുണ്ട്. നടക്കടാ. സത്യ എന്താണ് കണ്ടോണ്ടിരിക്കുന്നു? അതെ സാർ. ഇല്ല സാർ. പിന്നെ എന്താണോ? പിന്നെ ഒന്നുമില്ല സാർ. എന്തിനാണ് അവന്മാരെ ഇവിടെ പിടിച്ചു നിർത്തിയാണ്? അത് പിന്നെ സാർ അർജുനൻ മുതലാളിയുടെ. അർജുനൻ മുതലാളി എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് സാർ. ഇടിയുണ്ടാവും ആശുപത്രിയിലാണ്. മറ്റോ പുണ്യാളൊന്നും അല്ലല്ലോ അവിടെ കിടക്കുന്നവൻ. ഫുൾ ടൈം പെണ്ണും കഞ്ചാവും. അതവന്റെ ആവശ്യം. ഒന്നുമില്ല സാർ. അങ്ങോട്ട് 2 കൊടുത്തു നന്നായി. നിങ്ങൾ പോകോ. എന്നാ പിന്നെ നൗഷാദും പോയിക്കോട്ടെ സാർ. നീയും പോ സാറേ. വല്ലപ്പോഴും അല്ലോടോ ഞാൻ ഇങ്ങോട്ട് വരുന്നേ. ഇങ്ങനെ വെറുപ്പിക്കരുത്. താൻ മുടിഞ്ഞു പോ. തനിക്ക് മുട്ട ഞാൻ വച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അയാളുടെ പേരിന്റെ തുടക്കം ACPKF. ഇതിലേതെങ്കിലുമാണോ തുടങ്ങുന്നേ? അലക്സ് ജെ. നിങ്ങൾ എന്തിനാ പേര് പറഞ്ഞേ? അത് കണ്ടുപിടിക്കുമ്പോഴല്ലേ എനിക്കൊരു ത്രില്ലുള്ളൂ. സോറി. അപ്പൊ ക്രിസ്ത്യാനിയാണ്? അതെ. ക്രിസ്ത്യാനിയാണെങ്കിൽ ഇവിടുന്നൊരു ബക്കറ്റും ഗ്ലാസും തന്നിടാം. ബക്കറ്റും ഗ്ലാസും? ആ ബക്കറ്റിൽ കുറച്ച് വെള്ളം ശേഖരിക്കാൻ പറ്റുമോ? അതിൽ നിന്നും രാത്രിയും പകലും അവൻ വെള്ളം കുടിച്ച മനസ്സ് മാറും. മനസ്സൊന്നും മാറ്റണ്ട, ചോര ഒപ്പിക്കാൻ പറ്റൂ. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ആ വെട്ടുകാട് പള്ളിയിൽ പോയി 3 ആഴ്ച മെഴുകുതിരി കത്തിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് പോകുന്ന വഴിക്ക് മെഴുകുതിരിയും കത്തിക്കാം. നമസ്കാരം സാർ. നമസ്കാരം. സൈമ ഇങ്ങോട്ട് വരാൻ. ഞങ്ങളെങ്ങോട്ട് സാറെന്താ ഇവിടെ? ഞാൻ ജോത്സ്യനെ ഒന്ന് കാണാൻ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഒരു സ്ഥലക്കച്ചവടത്തിന്റെ കാര്യം. താനെന്താ ഇവിടെ? ഇവന്റെ സമയമൊന്നും നോക്കാൻ വേണ്ടി വന്നാ. ഇവന്റെ സമയം ഇവന്റെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാലോ. അല്ലേ പിന്നെ നടൻ വിജയ് എടുത്ത് ചോദിക്കണം അല്ലേ? പിന്നെ നമ്മൾ ഇവിടെ വെച്ച് കണ്ട CA സാറിനോട് പറയണ്ട. ഡേ എന്തുകൊണ്ട് സുഖം തന്നെ? എളുപ്പം എന്തേലും ഒരു ജോലി കിട്ടണം, ഒരു കല്യാണം നടക്കണം. എന്നാലേ യവൻ ഇത്തിരി ഉത്തരവാദിത്വം ഉണ്ടാവും. എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. സ്വാമി ഒന്ന് നോക്കണം. എത്ര സ്വാമി വല്ല കണ്ട? ആ വലത് കൈ ഒരു മുട്ടയിലേക്ക് വെക്കൂ. ഏത് മുട്ടയിലേക്ക്? ആ കറുത്ത മുട്ടയിലേക്ക്. അധികമർത്തണ്ട, അത് പൊട്ടിപ്പോവും. എടാ ഇതൊക്കെ ഒറിജിനലാണോ? ഫോട്ടോഷോപ്പാ സാറേ, കണ്ടറിഞ്ഞൂടെ? ഫോട്ടോഷോപ്പ് ഒന്നല്ല, ഒറിജിനൽ അത്. ഈ ജോൽസിന് പത്മശ്രീ ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? പത്മശ്രീ സ്വാമിയുടെ ഭാര്യയുടെ പേര് സാറേ. മതി കൈയെടുത്തു. കഴിഞ്ഞ മേടം വരെ വളരെ നല്ല സമയമായിരുന്നു നിങ്ങൾക്ക്. ഇനി അങ്ങോട്ട് വളരെ മോശം സമയമാണ്.
കഴിഞ്ഞ മേടം വരെ നല്ല സമയമായിരുന്നു. നമ്മൾ ജീവനോടിരിക്കുന്ന സമയമാണ് നല്ല സമയം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടാൻ പോകുകയാണ്. Dangerous zone is coming to your house. ഒരു ഇലക്ട്രോണിക്സ് ഉപകരണവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഈ ഫോണല്ല, അതവസാനിക്കുമ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ നന്നാവും, ഇല്ലെങ്കിൽ കാണുന്നത് ജീവഹനിയാണ്, മരണം. ആ ആരുടെ മസൂറ തയ്യാറാക്കിയത്? ആ ശരി, ഞാൻ വിളിക്കാം. എന്താടാ സംഭവം ശരിയാ. തൊണ്ടികൊല്ല കൂട്ടത്തിൽ ഐപ്പോടും പോയിട്ടുണ്ട്. ഒരുത്തനെ ജീവനോടെ കത്തിച്ച് ആരും ഒന്നും അറിയാതിരിക്കാനാ ആ സാമാനം കത്തിപ്പോയെന്നല്ലേ നീയൊക്കെ പറഞ്ഞത്? അങ്ങനെ തന്നെ കരുതിയത്. അതിനകത്തുള്ള എന്തെങ്കിലും പുറത്തു പോയാ എന്റെ താനിക്കോണം നീയൊക്കെ കാണുവേ. അതിന്റെ കസ്റ്റോഡിയൻ യേശുദാസാ. ഏതാ ശാസ്? തമ്പാനൂർ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ. ഇയാൾക്ക് എന്താ കാര്യം? ഐപ്പോട് അയാളുടെ കയ്യിലുണ്ട്. കോണത്തിലെ പണിയായി പോലും. പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ, ഒരു താമര മോള് വലുതായി, മുട്ടായിരുന്നു നീ. ഒന്ന് പെട്ടെന്നാവട്ടെ. മോള് വലുതാണെന്താ, നമുക്ക് പാടിക്കൂടെ? ആരാ? പള്ളിപ്പിരിവാ? സാറിന്റെ കയ്യിരിക്കണ ഐപ്പോടില്ലേ, അതിങ്ങ് തന്നേരി. ഐപ്പോട്? അതെന്തോ? പൊട്ടം കളിക്കണ്ട. അന്നൊരുത്തൻ ചത്തപ്പ ആ സ്പോട്ടിൽ നിന്ന് കിട്ടിയ ഐപ്പോടില്ലേ, അതിങ്ങ് തന്നേരി. ഞാനൊരു പോലീസുകാരനാ. എന്റെ വീട്ടിൽ കയറി നീ എന്നെ ഇടോന്ന് വിളിക്കുന്നോ? എന്താ പ്രശ്നം? ഒന്നും മാറിക്കിടപ്പഞ്ഞ വീട്ടിൽ കയറി കളിമാറുവേ. ഐപ്പോടും കൊണ്ട് ഞാനിവിടുന്ന് പോകത്തുള്ളൂ. എന്താപ്പാ? എന്തോ ഐപ്പോടെന്നൊക്കെ അവന്മാര് പറയുന്നു. ഐപ്പോടോ? ഐപ്പോടെന്ന് നിനക്കറിയാൻ വയ്യുള്ള പട്ടി. ഫൈറ്റ് മൂടാ? എടാ ഞാനും വരാടാ. ഇല്ല, നിങ്ങളിത് എവിടെ പോവാ? എടി രണ്ട് കൊടുക്കട്ടടി. നിങ്ങൾ കൊടുക്കണ്ട, ഇനി കണ്ടാ മതി. എടി തൂണോട് ഞാൻ കണ്ടില്ല. തൂണൊക്കെ നമുക്ക് പണിയാ. പണിയാ. ஒரு சட்டையும் அதுக்கு மேல ஒரு பெரிய போட்டா நீ பெரிய விஜய் நினைப்பா? அங்க வருவே இல்ல, ஞாபகம் வச்சுக்கடா. வருவே இல்ல, ആ സിംഗനായ അല്ല. പിന്നെ പോലീസ് ആയുള്ള പ്രശ്നം കണ്ടില്ലേ? കണ്ടാ? അമ്മ കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ? ബൂസ്റ്റ് എടുക്കാം. ബൂസ്റ്റ് എങ്കിൽ ബൂസ്റ്റ്. ആ അമ്മ എനിക്കും കൂടെ എടുത്തോ. ആരാ അവന്മാര്? ആരാ? അവന്മാർക്ക് ഐപ്പോഡ് കൊടുക്കാൻ. എന്തു പറയാ ഐപ്പോഡ്? ഐപ്പോഡ് പാട്ട് കേൾക്കുന്ന സാധനമോ? അല്ല, ഇതേതോ വലിയ ടീമാണല്ലോ. എന്താ പ്രശ്നം?
അവരുടെ ഐപ്പോട് അപ്പനെടുത്തുന്നു. ഇതാണ് സാർ ഐപ്പോഡ്. ഞാൻ സാറിന്റെ ബാഗിൽ നിന്ന് അറിയാതെ എടുത്ത. ക്ഷമിക്കണം സാർ. ഇനി മേലാ നീ വീട്ടിൽ കയറി പോരുത്. എന്റെ രോഗത്തെ കുറിച്ച് രോഗം ക്ഷമിക്കണം സാർ. ഇന്ന് ഐപ്പോഡ് സൂക്ഷിക്കണേ. ബാസ്റ്റിൻ എന്തായി? ബാസ്റ്റിനൊക്കെ ഇടിച്ച് പഴുപ്പിച്ച് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആ താടി വെച്ചാനാണോ ബാസ്റ്റിൻ? ഒരു കറുത്ത മുട്ടനാടനെ മേടിച്ച് എല്ലാവരും സൂപ്പ് വെച്ചോട്. ആരടാ നീ? നീ ആരടാ? ഏറ്റവും ഡീസൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് നിന്നെ ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ കഴപ്പം കൊണ്ട് ഇറങ്ങിയ കുടുംബത്തോടെ വീട്ടിൽ കയറി കത്തിക്കും ഞാൻ. I'm waiting.